ഏത് കോഴ്സ് കണ്ടെത്തണം, എവിടെയായിരിക്കണം തന്റെ വിദ്യാർത്ഥി പഠിക്കേണ്ടത്, തന്റെ കുട്ടി പഠിച്ച് ഏത് തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകണം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലും മത്സരം വല്ലാതെ കൂടി വരുന്ന അവസരത്തിൽ, ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മത്സരം മുന്നോട്ട് വരുന്ന അവസരത്തിൽ ജീവിക്കുവാനും തൊഴിലിനും വേണ്ടി ആഗോളതലത്തിൽ തന്നെ കേരള കുട്ടികൾ മത്സരിക്കുമ്പോൾ കരിയർ അസസ്മെന്റ് അഥവാ അഭിരുചി നിർണ്ണയം വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമായി തീരുന്നു. അഭിരുചി നിർണ്ണയം എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ നിൽക്കുന്നു കേരളത്തിൽ? മൈൻഡ് വാച്ച് ഇന്ന് ഈ വിഷയം അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിന് ഒരു പുതിയ തലം നൽകിക്കൊണ്ട് പ്രധാനമായ 2 വിദഗ്ധന്മാർ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധറും ഒപ്പം തന്നെ ഡോക്ടർ ശരത്തും. പ്രൊഫസർ കൃഷ്ണപ്രസാദ് ശ്രീധർ, ഇന്ന് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് വിഷയമെടുത്ത് എങ്ങോട്ട് പഠിച്ചു പോകണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. 2 അർത്ഥത്തിൽ. ഒന്ന്, മത്സരം വളരെയധികം കൂടുന്നു. 2, ഗ്രാമം നഗരം എന്നുള്ള വ്യത്യാസമില്ലാതെ കേരളം പ്രത്യേകിച്ച് നോക്കുന്ന അവസരത്തിൽ വിദ്യാ മത്സരത്തിൽ എല്ലാ കുട്ടികളും ഒന്നുപോലെ മുന്നിട്ട് വരുന്നു. അപ്പോൾ കുട്ടികളുടെ അഭിരുചി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ഏത് സ്ട്രീമിലേക്ക് പോകേണ്ടതെന്ന് തിരഞ്ഞെടുക്കുവാൻ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടോ? ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ എന്ത് മാർഗങ്ങളാണ് നമുക്കുള്ളത്? നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് വളരെയധികം മേഖലകളുണ്ട്, അതിനുവേണ്ട സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പക്ഷെ ഇതറിയാതെ തന്നെ അച്ഛനമ്മമാര് കുട്ടികൾക്ക് അവരാണ് തീരുമാനിക്കുന്നത് കുട്ടി ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ. എന്നിട്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് രൂപയും കൊടുത്ത് കുട്ടികൾ എഞ്ചിനീയർ ആക്കാനൊക്കെ ശ്രമിക്കുകയും പിന്നീട് കരഞ്ഞു വിളിച്ച് അവനത് വേണ്ട, ഇഷ്ടമില്ല എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, അവന്റെ അഭിരുചി എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പിന്നീട് എത്രമാത്രം അതിൽ തങ്ങി നിൽക്കാനുള്ള താല്പര്യം. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ എന്താണ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കണക്ക് ചെയ്യാനുള്ള പ്രാഗൽഭ്യം, ഇതൊക്കെ അറിയാതെ എന്തെങ്കിലും അവന് കുറെ ഓവറോൾ എല്ലാത്തിനോട് നല്ല മാർക്ക് കിട്ടി, എൻട്രൻസിന് കഷ്ടിച്ച് കിട്ടിയില്ല എന്നേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിടുന്ന ഒരു പതിവാണ് ഇപ്പൊ കാണുന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഇത് ഒരു കേസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തൂങ്ങിച്ചത്തു. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനത് വേണ്ടാന്ന് പറഞ്ഞു, തിരിച്ചിങ്ങി പോന്നു. അവർക്ക് 15 ലക്ഷം രൂപ, അതും സത്യസന്ധമായിട്ട് ഉണ്ടാക്കിയ രൂപ നഷ്ടപ്പെട്ടു. അതിൽ അമ്മ ആത്മഹത്യ ചെയ്തു. ശരത്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന വിധത്തിൽ ചിന്തിക്കുന്ന അവസ്ഥയിൽ അഭിരുചി നിർണ്ണയിക്കുവാൻ വേണ്ടി എന്തെല്ലാം ടെസ്റ്റുകളാണ് സാധാരണ ഇത് ചെയ്യാൻ സാധിക്കുന്നത്? അഭിരുചി മാത്രമാണോ? അഭിരുചി, താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, അതുപോലെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്റലിജൻസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്തരം വിവിധ ആസ്പെക്ട്സുകൾ നോക്കിയ ശേഷം മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കും. ഇപ്പോൾ എന്തെല്ലാം ടെസ്റ്റുകളാണ് പൊതുവായിട്ട് അഭിരുചി നിർണ്ണയത്തിന് വരുന്ന കുട്ടിക്ക് നമുക്ക് നൽകേണ്ടത്? ഒരു അഭിരുചി പരീക്ഷയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ക്ലിനിഷ്യൻ അല്ലെങ്കിൽ ഒരു കരിയർ എക്സ്പേർട്ട്, ഗൈഡൻസ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ പരിഗണിക്കേണ്ടത് ഒന്ന് അഭിരുചി പരീക്ഷകളെ പറ്റിയിട്ട്, പിന്നീട് അച്ചീവ്മെന്റ് ടെസ്റ്റുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ പഠനപരമായിട്ടുള്ള കഴിവുകളെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിശോധന. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണ് ഈ വ്യക്തിക്കുള്ളത്. ഓരോ ജോലിയിലും ഓരോ തരത്തിലുള്ള വ്യക്തിത്വം ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ശോഭിക്കുന്നതിനും സാധിക്കാറുണ്ട്. പ്രൊഫസർ കൃഷ്ണപ്രസാദ് ശ്രീധർ, ഏത് പ്രായത്തിലായിരിക്കണം അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ വെച്ചായിരിക്കണം ഈ ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ്, പേഴ്സണാലിറ്റി അസസ്മെന്റ്, ഇൻട്രസ്റ്റ്, ഇന്റലിജൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ്, ഈ ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ഏത് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കായിരിക്കും നൽകേണ്ടത്? അതിനെ ബേസ് ചെയ്ത് എങ്ങോട്ട് വെച്ചാണ് നമ്മൾ ആ കുട്ടികളെ വിദ്യാഭ്യാസ സ്പെഷ്യലൈസേഷന് വേണ്ടി വിടേണ്ടത്? ഇന്നിപ്പോ എന്താണ് പ്രത്യേകിച്ച് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അത് കഴിയുമ്പോഴാണ് കുട്ടികളിലുള്ള പല മോശപ്പെട്ട പ്രവണതകളും പ്രകാശിതമാകുന്നത്. പ്രേമം, പിന്നീട് ഇന്റർനെറ്റ് അഡിക്ഷൻ, പിന്നീട് മൊബൈൽ ഫോണിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അച്ഛനെ അമ്മയും ധിക്കരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല കുട്ടികളിൽ പെട്ടെന്ന് പൊങ്ങി വരുന്നതായിട്ട് കാണുന്നു. ഇതെന്തോ ഒരു ഫോർമേറ്റീവ് സ്റ്റേജിന്റെ ബിഗിനിങ് ആണ്. ഈ സമയത്ത് 9th സ്റ്റാൻഡേർഡ്. അപ്പൊ 14 വയസ്സല്ലേ? ഈ 14 വയസ്സിൽ വേണം ഈ തരത്തിലുള്ള പരീക്ഷകളൊക്കെ കൊടുത്തു നോക്കാം. ഇത് ആണിനും പെണ്ണിനും ഒരേ പ്രായമാണോ അതോ വ്യത്യാസമുണ്ട്? പെൺകുട്ടികൾക്ക് ഇത് കുറച്ചുകൂടെ പക്വതയോടുകൂടി ചെയ്യാൻ പറ്റും, ആൺകുട്ടികൾക്ക് അത്ര പറ്റില്ല. അതുകൊണ്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഈ സമയം 6 മാസം ആൺകുട്ടി അല്പം മന്ദബുദ്ധി പോലെയാണ്.
അപ്പോൾ ആ സമയത്ത് ഈ അഭിരുചി പരീക്ഷകളൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ വെച്ച് നിർത്താൻ പാടില്ല. +2 പാസ്സാവുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ചെയ്യണം. അപ്പൊ റിലയബിലിറ്റിയും കൂടും. അപ്പൊ എന്റെ ഇൻട്രസ്റ്റ് ഇന്ന് ഒന്നാണെങ്കിൽ നാളെ വേറൊന്നായിട്ട് മാറാം. പക്ഷെ നമ്മളൊക്കെ കുറെ വയസ്സ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ സ്റ്റഡിയാവും. സാധാരണ ഇത് നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ കൊടുക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിത്രമുണ്ടോ? കോമൺ ആയിട്ട് നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ യൂസ് ചെയ്യപ്പെടുന്നത് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡൻസ് DAT. അപ്പം അതിൽ 7 or 8 ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ് മേഖലകളെ പറ്റി പരിശോധിക്കുന്നുണ്ട്. വെർബൽ റീസണിംഗ്, വിഷ്വൽ ആയിട്ടുള്ള സ്കില്ലുകൾ, മെക്കാനിക്കൽ റീസണിംഗ്, ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു റീസണിംഗ് മേഖലകളിലായാലും മാത്തമാറ്റിക്കൽ മെക്കാനിക്കൽ മേഖലകളിലായാലും കുറെ ഡിഫറെന്റ് ഏരിയാസ് അസസ് ചെയ്യുന്നുണ്ട്. വൈഡ്ലി യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ നാട്ടിൽ. അതൊന്ന് വേറെ വല്ലതും ഇതിന്റെ കൂടെ അസോസിയേറ്റ് കൊടുക്കാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റുകളും ഇപ്പൊ EPQ നമ്മൾ ജൂനിയർ റൈസിംഗ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യൻ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അത് ഡെഫിനറ്റ് ആയിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റും അച്ചീവ്മെന്റ് ടെസ്റ്റും IQവും ഇൻക്ലൂഡിംഗ് IQവും കൂടെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കൂടെ നടത്തുന്നത് കുറച്ചുകൂടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കിട്ടുന്നതിന് സഹായിക്കും. ഇപ്പോ IQ ഒരേ തരത്തിലുള്ള ബുദ്ധിയുള്ള 2 വ്യക്തികൾ ഒരേ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്, ഒരേ തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് പഠിക്കാൻ കൊടുക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരേ തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് അവരിൽ കാണണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഐഡന്റിക്കൽ ടീംസിലും എല്ലാ തരത്തിലും അവർ ഈക്വൽ ആണെങ്കിൽ പോലും ആപ്റ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ അവരൊരു പക്ഷേ ഡിഫറന്റ് ആയിരിക്കും. സോ ഈ IQ ആയാലും പേഴ്സണാലിറ്റി വൈസ് ആയാലും അച്ചീവ്മെന്റ് മേഖലകളിലായാലും നമ്മൾ എല്ലാ മേഖലകളെയും ആപ്റ്റിറ്റ്യൂഡ് അസസ് ചെയ്യുമ്പോൾ പേഴ്സണാലിറ്റി, IQ, സ്കിൽസ് ഇത് മൂന്നും കൂടെ അസസ് ചെയ്യുന്നത് സമഗ്രമായിട്ടുള്ള ബാറ്ററി ആവണം സോഫായിട്ട് കൊടുക്കേണ്ടതെന്നാണ് സ്ഥലത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൊഫസർ കൃഷ്ണപ്രസാദ്, ഇതിന്റെ ഒരു ഭാഗമായിട്ടൊരു ചോദ്യം എന്റെ മനസ്സിൽ വരുന്നത്, സാധാരണ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ വിശേഷിച്ച് കേരളത്തിൽ നമ്മൾ നൽകുന്ന ടെസ്റ്റ് ഏതാണ്? ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ സാധാരണയായിട്ട് അമേരിക്കൻ ടെസ്റ്റുകളാണ് DAT, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് ഇവിടെ എത്രയോ വർഷത്തിന് മുമ്പ് ഞങ്ങളൊരു പരീക്ഷണാർത്ഥം കുറെ മെഡിക്കൽ സ്റ്റുഡൻസിനും കുറെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും കൊടുത്തു. ഇവർക്കൊക്കെ ഒരു 50% മാർക്ക് കിട്ടിയുള്ളൂ. അതിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ ഒന്നുകിൽ ആ 50% നമ്മുടെ 100% എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജനിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി. പക്ഷെ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള ജോലി സാധ്യത അല്ലെങ്കിൽ പല നിലയ്ക്കുള്ള നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡിമാൻഡ്സുകൾ അനുസരിച്ചുള്ള പുതിയ ഒരുപാട് ന്യൂ ജനറേഷൻ ജോബ്സ് ഉണ്ട്. അതിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് അല്ല ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സ്കിൽ അസസ്മെന്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് ഡിമാൻഡ്മെന്റുള്ള പുതിയ തലമുറയിൽപ്പെട്ട ജോലികൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത്തരം പുതിയ ജോലികളെ കവർ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ടെസ്റ്റ് അല്ല ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ വരുന്ന അവസ്ഥയിൽ പുതിയ ഒരു ആവശ്യകത ഇല്ലയോ? അതിലെന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ? ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് വലിയ ബോധമില്ല, അറിഞ്ഞുകൂടാ. പക്ഷെ ഏതായാലും ജനറിക്കായിട്ട് ഇപ്പൊ ശരത്ത് പറഞ്ഞതുപോലെ പേഴ്സണാലിറ്റി ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു കുത്തിയിരുന്നുള്ള ജോലിയാണോ അതോ മാർക്കറ്റിംഗ് പോലെ ഓടി നടന്ന് ചെയ്യേണ്ടതാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നാനോ ടെക്നോളജിയൊക്കെ കുറച്ചൊരു മൈക്രോസ്കോപ്പിക്കാണ്, മൈക്രോ ആണ്. അപ്പൊ അതിലോട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ടാണ്. മൈൻഡ് വാച്ചിന്റെ അന്യോന്യം എന്ന ഈ സെഗ്മെന്റിൽ രക്ഷിതാക്കൾ കുട്ടികൾ ഏത് പാഠ്യപദ്ധതിയിൽ പോകണമെന്ന് കരുതുന്നു, തുടർന്ന് ഏത് തൊഴിൽ മേഖലയിലേക്ക് അവരെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഈ തീരുമാനങ്ങളുടെ പിന്നിൽ എന്തുതരം സ്വാധീനങ്ങളാണ് ഉണ്ടാകുന്നു, ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ അന്യോന്യം ചർച്ചയിലൂടെ. ശ്രീമാൻ സാജിദ്, താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പല സിനിമകളിൽ അഭിനയിക്കുന്നു. എത്ര കുട്ടികളാണ്? 2 കുട്ടികൾ. ഏതൊക്കെ ക്ലാസ്സുകളിൽ? മകള് +1, മകൻ 6ാം ക്ലാസ്സിൽ. മകൾ +1 ഏത് സ്ട്രീമാണ്? സ്റ്റേറ്റ്, CBSE, ICSE, ഇന്റർനാഷണൽ? സ്റ്റേറ്റ് സ്ട്രീം. മകൻ ഏത് ക്ലാസ്സിൽ? 6ാം ക്ലാസ്. അദ്ദേഹം ഏത് സ്ട്രീമാണ്? സ്റ്റേറ്റ് തന്നെ. രണ്ടുപേരും ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയം? ഇംഗ്ലീഷ് മീഡിയം. സ്റ്റേറ്റിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു. ഇവര് ഇപ്പൊ മകളെ ഏത് ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? സയൻസ് ഏതാണ്? മാത്സ് ആണോ? ഇല്ല, ബയോളജി സയൻസ്. ബയോളജി സയൻസ് ആണ്. ബയോളജി സയൻസിലേക്ക് മകള് അങ്ങനെ ഒരു ഗ്രൂപ്പ് എടുക്കാം എന്ന തീരുമാനത്തിന്റെ പിന്നിൽ? അത് എന്റെ ജീവിതം തന്നെയാണ് അതിന്റെ പിന്നിലുള്ള ഇത്. IT ഫീൽഡിൽ വളരെ 10-25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് IT ഫീൽഡിൽ ഒരു മികവ് ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല. പരാജയങ്ങളോ കഷ്ടപ്പെടലോ കണ്ടിട്ട് മോളെടുത്തതാണോ, അതോ ഈ മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ കണ്ടിട്ട് നീയും കൂടി ഇതിനകത്ത് പെടേണ്ട മോളെ നമ്മൾ? ഇല്ല, ഉപദേശിച്ചതല്ല, ആള് തന്നെ സെലക്ട് ചെയ്തതാണ്. ഓക്കെ, റൈറ്റ്. ഐ വിൽ കം ടു യു. ഞാൻ അവസാനത്തിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ പേര്?
എന്റെ പേര് ഡോക്ടർ സി ഉദയകല. ഞാൻ ഡോക്ടർ ഉദയകല ടീച്ചറാണ്, കോളേജിലെ പ്രൊഫസറാണ്. എവിടെയാണ്? ഓൾ സയൻസ് ഓൾ സയൻസിലെ. അപ്പോൾ ഓൾ സയൻസ് കോളേജിലെ മലയാള പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഉദയകല. കുട്ടികൾ? എനിക്ക് ഒരു മകനാണുള്ളത്. മകൻ ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. ഏത് തരം സ്ട്രീമിലാണ്? ICSE സിലബസിലാണ് പഠിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഇവനെ ഈ ICSE തന്നെ പോകണം എന്ന് പറഞ്ഞു വിട്ടത് നമ്മുടെ തന്നെ ഇഷ്ടമായിരുന്നോ, ഹസ്ബൻഡായിരുന്നോ, അതോ വീട്ടിലാറ്റോരെങ്കിലാണോ, കുട്ടിയാണോ? അല്ല, കാര്യം അവനെ ICSE സിലബസിലേക്ക് ഞാൻ ചേർക്കുന്നത് ശരിക്കും ഞാനും എന്റെ ഭർത്താവും കൂടി തീരുമാനിച്ചു തന്നെയാണ്. ജോയിന്റ് ഡിസിഷൻ. അതെ. അപ്പൊ അത് ആ സിലബസ് എടുക്കണം എന്ന് എന്റെ മകന് പറയേണ്ട ഒരു അറിവൊന്നില്ലല്ലോ. അവനെ ഞാൻ അതുപോലെ തന്നെ നൃത്തം, കളരി, പാട്ട് ഇതെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ പലതും അവന് ഇഷ്ടമുണ്ടായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നിനും അവനെ നിർബന്ധിച്ച് ഇന്നത് തന്നെ നീ ആകണം അങ്ങനെയുള്ള ഒരു നിർബന്ധ ബുദ്ധി ഞാൻ അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടേ ഇല്ല. ചന്ദ്രനിലേക്ക് വരാം. ചന്ദ്രൻ, താങ്കൾ വർക്ക് ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നു. കുട്ടികൾ? എനിക്ക് 2 ആൺകുട്ടികളാണ്. ഏത് ക്ലാസ്സുകളിലൊക്കെ? മൂത്ത ആള് ഇപ്പോ 8ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്. രണ്ടാമത്തെ ആളിന് 2.5 വയസ്സ്. ഓക്കെ, 2 വയസ്സുകാരൻ ഇപ്പൊ സ്കൂളിലേക്ക് ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങി. 8ാം ക്ലാസ് തന്നെയുണ്ട്. അവൻ പഠിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് ആണോ? ICSE-ലാണ്. ഇതും രണ്ടുപേരുടെയും തീരുമാനമാണ്. ICSE രണ്ടുപേരുടെയും തീരുമാനമാണ്. വൈഫും ചന്ദ്രനും കൂടെ കളക്റ്റീവായിട്ട് എടുത്ത തീരുമാനമാണ്. റൈറ്റ്, ഐ വിൽ കം ടു യു. അദ്ദേഹവും ടീച്ചറാന്ന് പറഞ്ഞ പേര്? അനിതാഹരി. അനിതാഹരി ടീച്ചറെ, ഇതിപ്പോ കുട്ടികൾ ഏതൊക്കെ ക്ലാസ്സുകളിലായി, എങ്ങനെ പോകുന്നു? മക്കള് 2 ആൺമക്കളാണ്. ഓക്കെ. മൂത്ത മകൻ +2 കഴിഞ്ഞിട്ട് TTC ടീച്ചിങ് ഫീൽഡ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ്. രണ്ടാമത്തെ മകൻ 10ാം ക്ലാസ്. മൂത്ത കുട്ടി ടീച്ചർ പറഞ്ഞിട്ടാണോ അത് അവന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നു? അവന്റെ ഇഷ്ടവും നമുക്ക് പഠിച്ചു വരുമ്പോ അറിയാലോ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. അപ്പൊ അറിയാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളോടൊപ്പം നിൽക്കുമ്പം അവരുടെ സ്വഭാവം. ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു. ഇപ്പൊ ഇവിടെ ട്രാൻസ്പോർട്ടില് KSRTC-യിൽ വർക്ക് ചെയ്യുകയാണ്. സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ ടെക്നിക്കൽ സൈഡിലോട്ട് താല്പര്യമില്ല. അപ്പം അവന് ഇഷ്ടമുള്ള രീതിയിലേക്ക് പോകണമെന്നുള്ളത്. അപ്പൊ അവന്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായത്തിന് അനുസരിച്ച് പോകുന്നതാണ്. അപ്പൊ അവന്റെ സ്വഭാവവും അതൊക്കെ കൂടെ വെച്ചുകൊണ്ട് അപ്പൊ അതിലേക്ക് അവനും അപ്പൊ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിച്ചു പോകാനുള്ള ഒരു മനസ്സുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫീൽഡിലേക്ക് പിന്നെ തോന്നുന്നത് പിന്നെ എന്താണ് പെട്ടെന്ന് ജോലിയിലേക്ക് പോകണമെന്നൊക്കെ ഉള്ളത്. കൂടുതൽ പഠിച്ചങ്ങനെ പോകുന്നതിനോട് അവന് താല്പര്യമില്ല. ശ്രീമാൻ സാജൻ, ഇനിയിപ്പോ ഈ കുട്ടിയെ +1 പഠിക്കുന്ന കുട്ടിയെ എങ്ങോട്ട് വിടാനാണ് ആഗ്രഹിക്കുന്നത്? അവളുടെ ചേച്ചിയും, ചേച്ചി എന്ന് പറഞ്ഞ എന്റെ സിസ്റ്ററിന്റെ കുട്ടികള്, അവളുടെ ചേച്ചിയും ചേട്ടനും രണ്ടുപേരും മെഡിസിൻ ആണ് പഠിക്കുന്നത്. ഒരാള് MBBS പഠിക്കുന്നു തൃശ്ശൂര്. പിന്നെ അടുത്ത ആള് BDS പഠിക്കുന്നു മൂവാറ്റുപുഴ. അപ്പോ ആൾക്ക് MBBS-ഓ BDS-ഓ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു ജനറൽ നഴ്സെങ്കിലും BSc നഴ്സെങ്കിലും എടുത്താൽ കൊള്ളാമെന്ന ആൾക്ക് ആഗ്രഹമുണ്ട്. അതെ. അപ്പൊ ഞങ്ങളത് ഈ മോൾക്ക് ആഗ്രഹം ഉണ്ടായത് എവിടെ നിന്നാണ്? കാരണം അത് ചേച്ചിയിൽ നിന്നും ചേട്ടനിൽ നിന്നും. എന്റെ ജീവിതം കണ്ട് ഞാൻ പറഞ്ഞു, എന്റെ ജീവിതം കണ്ട് ആള് വളരെ സാഡാണ്. അപ്പോ ചേച്ചീനെയും ചേട്ടനെയും പുള്ളി അതങ്ങ് ഉള്ളില് ഇത് ചെയ്തു. അവർ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. അതെ, സ്വാംശീകരിച്ചു. ആള് ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ ഏത് ക്ലാസ്സിലായെന്ന് പറഞ്ഞു? എന്റെ മകൻ 7ാം ക്ലാസ്സിൽ. എങ്ങോട്ടേക്ക് അവനെ വിടാനാണ് ആഗ്രഹിക്കുന്നത്? ഇവരെ മലയാളം പ്രൊഫസർ ഓഫ് ആൾ സയൻസ് കോളേജ്. ഹസ്ബൻഡോ? എന്റെ ചേട്ടന് ബിസിനസ്സാണ്. അപ്പൊ മകനെ കലാലയ അധ്യാപകനാക്കുക, ബിസിനസ് മേഖല വിടുക, എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ വളരെ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പൊ അന്ന് ഞാനൊരു കോളേജ് അധ്യാപികയാകും എന്ന് എന്റെ അച്ഛനും അമ്മയും സ്വപ്നം കണ്ടല്ല എന്നെ വളർത്തിയത്. ഞാൻ കൊച്ചിലെ തൊട്ട് ഒരുപാട് വായിക്കും, കുറച്ച് എഴുതും. അപ്പൊ ആ ഒരു കൾച്ചർ ആയിരിക്കും എന്നെ ഒരു അധ്യാപികയാക്കി മാറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്റെ മകനെ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ഉപദേശിക്കുന്നത്, നീ ധാരാളം വായിക്കണം. നിനക്ക് ആരായി തീരണം, എന്തായി തീരണം എന്നുള്ളത് അതിൽ നിന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ കുഞ്ഞുണ്ണി മാഷ് എല്ലാവരും പറയുമല്ലോ, നീ എന്തായി തീരണം, ആ മുകുളം നിന്നിലേ നിന്ന് വിരിഞ്ഞിടട്ടെ എന്ന് പറയുന്നത് പോലെ അവന്റെ ഹൃദയത്തിനുള്ളിൽ അവൻ എന്തായി തീരണം. ഇപ്പൊ അവന് കമ്പ്യൂട്ടർ സയൻസ് വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ പബ്ലിക് ലൈബ്രറിയിലെ സമ്മർ സ്കൂളിലൊക്കെ ഞാൻ വിടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വായനയുടെയും അല്ലെങ്കിൽ അവന് വളർന്നു വലുതാകാനുള്ള ഒരു ആകാശം നമ്മൾ ഒരുക്കി കൊടുക്കും. അതിലൂടെ അവൻ മുന്നേറട്ടെ. അല്ലാതെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടറും ഒക്കെയാണ് ജീവിതത്തിലെല്ലാം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നു. ചന്ദ്രൻ എന്ത് ധരിക്കുന്നു കുട്ടിയെക്കുറിച്ച്? എങ്ങോട്ട് പോകണം? ഒരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാവണമെന്നാണ്. പക്ഷേ ഒരു IPS എന്താണ് പോലീസുകാരനായാലും മതി, നല്ലൊരു പോലീസ് ഓഫീസർ ഓഫീസർ ആയാലും മതി.